ഇന്ന് അമ്മയുടെ കൂടെ ഒരു ലിറ്റിൽ ഷെഫും കൂടി ഉണ്ട് കേട്ടോ. എപ്പോഴും അമ്മ എന്തുണ്ടാക്കിയാലും കൂടെ ഞാനും ഉണ്ടാക്കാമെന്ന് പറയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് ബീഫ് റോസ്റ്റ്. ആദ്യം തന്നെ നാളികേരം കുറച്ച് വറുത്തെടുത്ത് നല്ലപോലെ മൊരിഞ്ഞ് വരണം നാളികേരം. എന്നിട്ട് നമ്മുടെ ബീഫ് കഴുകി വെച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം തിരുമ്മി അത് വേവിക്കാൻ വേണ്ടി വെക്കണം. ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ വേവിക്കണത്. അങ്ങനെ അത് വെന്ത് വരുമ്പോഴേക്കും നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ പൊടികളൊക്കെ ചേർക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ചേർത്ത് വെച്ചിട്ട് നല്ലപോലെ മുരിയിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ വെന്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വരട്ടിയെടുക്കുക. നമ്മൾ പിന്നെ തേങ്ങ വറുത്ത് വെച്ചതുണ്ടായിരുന്നില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നല്ലപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ വരട്ടിയ ബീഫിലേക്ക് ഇതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോഴേക്കും തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നൈത്തുമ്പോൾ ഓടി വന്നൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയിട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആളങ്ങനെ അധികമൊന്നും കഴിക്കാത്തതാണ്. പക്ഷേ ഇത് കാണുമ്പോഴും സ്മെല്ലും ടേസ്റ്റും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.